ലോഗോസ് ക്വിസ് 2025 പാഠഭാഗങ്ങൾ. പ്രഭാഷകന്റെ പുസ്തകം 44-ാം അധ്യായം. പിതാക്കന്മാരുടെ മഹത്വം. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം. കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ചിലർ സംഗീതജ്ഞരും കവികളുമായിരുന്നു. വിഭവസമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവം വസിച്ചിരുന്നവരുമാണ് ചിലർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയും ആയിരുന്നു. ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ. സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സത്പ്രവൃത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്കു വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഹെനോക്ക്. നോഹ. ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. അവൻ ഉന്നതത്തിലേക്ക് സമൂഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയാണ്. നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്. അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രഹാം. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അവൻ അത്യുന്നതൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അതിനാൽ അവൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽത്തരി പോലെ അവൻ വർദ്ധിക്കുമെന്നും അവൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവന് വാഗ്ദാനം ലഭിച്ചു. ഇസഹാക്കിനും പിതാവായ അബ്രാഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിൻ്റെ ശിരസിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃക അവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. ചോദ്യോത്തരങ്ങൾ. പ്രഭാഷകൻ അധ്യായം 44-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 23. പ്രഭാഷകൻ 44-ാം അധ്യായത്തിലെ ആദ്യ ശീർഷകമെന്ത്? ഉത്തരം പിതാക്കന്മാരുടെ മഹത്വം. തലമുറക്രമത്തിൽ ആരെ നമുക്ക് പ്രകീർത്തിക്കാം? ഉത്തരം മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും. മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും എങ്ങനെ പ്രകീർത്തിക്കാം? ഉത്തരം തലമുറക്രമത്തിൽ. പ്രതാപവും മഹത്വവും ഓഹരിയായി നൽകിയത് എപ്പോൾ? ഉത്തരം ആദ്യം മുതൽ തന്നെ. മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിൽ ആരെല്ലാം ഉണ്ടായിരുന്നു? ഉത്തരം രാജാക്കന്മാർ, കീർത്തിയുറ്റ ബലശാലികൾ, ജ്ഞാനത്താൽ ഉപദേശം നൽകിയവർ, പ്രവാചകന്മാർ. എങ്ങനെയുള്ള ബലശാലികളാണ് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിൽ ഉണ്ടായിരുന്നത്? ഉത്തരം കീർത്തിയുറ്റ.
എങ്ങനെ ഉപദേശം നൽകിയവരാണ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്? ഉത്തരം: ജ്ഞാനത്താൽ ഉപദേശം നൽകിയവർ. എങ്ങനെ ജനത്തിന് നേതൃത്വം കൊടുത്തവരാണ് അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്? ഉത്തരം: ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും. ഏതുതരം ഉപദേശം നൽകിയവരാണ് അക്കൂട്ടത്തിലുണ്ടായിരുന്നത്? ഉത്തരം: വിവേകപൂർവമായ ഉപദേശം. പ്രഭാഷകൻ 44:5 പ്രകാരം പിതാക്കന്മാരിൽ ചിലർ ആരെല്ലാമായിരുന്നു? ഉത്തരം: സംഗീതജ്ഞന്മാരും കവികളും. വിഭവസമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ എപ്രകാരം ജീവിച്ചിരുന്നവരുമായിരുന്നു പിതാക്കന്മാരിൽ ചിലർ? വിഭവസമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ എപ്രകാരം ജീവിച്ചിരുന്നവരുമായിരുന്നു പിതാക്കന്മാരിൽ ചിലർ? ഉത്തരം: സമാധാനപൂർവം. ഇവരിൽ ചിലർ തങ്ങളുടെ തലമുറകളിൽ എങ്ങനെയുള്ളവരായിരുന്നു? ഉത്തരം: ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയും. പിതാക്കന്മാരിൽ ആരെയാണ് ജനങ്ങൾ പ്രകീർത്തിച്ചത്? ഉത്തരം: പ്രസിദ്ധരെ. ഡാഷ് അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുമുണ്ട്. പൂരിപ്പിക്കുക. ഉത്തരം: സ്മരണ. ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് മൺമറഞ്ഞത് ആര്? ഉത്തരം: സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവർ. സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയ മഹത്തുക്കളുടെയും പിതാക്കന്മാരുടെയും മക്കൾ മൺമറഞ്ഞതെങ്ങനെ? ഉത്തരം: പിതാക്കന്മാരെപ്പോലെ തന്നെ. കാരുണ്യമുള്ളവരായിരുന്ന പിതാക്കന്മാരുടെ ഏത് പ്രവൃത്തികളാണ് വിസ്മരിക്കപ്പെട്ടിട്ടില്ലാത്തത്? ഉത്തരം: സത്പ്രവൃത്തികൾ. മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും അവകാശം ആരിൽ നിലനിൽക്കുന്നു? ഉത്തരം: അവരുടെ മക്കളുടെ മക്കളിൽ. ആര് എന്നേക്കും നിലനിൽക്കുമെന്നാണ് 44:13 പറയുന്നത്? ഉത്തരം: മഹത്തുക്കളുടെയും പിതാക്കന്മാരുടെയും ഭാവി തലമുറകൾ. അവരുടെ ഡാഷ് മാഞ്ഞു പോവുകയില്ല. പൂരിപ്പിക്കുക. ഉത്തരം: പ്രതാപം. ആര് സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്? ഉത്തരം: മഹത്തുക്കളും പൂർവ്വപിതാക്കന്മാരും. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. ആരുടെ? സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടവരുടെ. ജനതകൾ എന്ത് പ്രഘോഷിക്കുമെന്നാണ് പ്രഭാഷകൻ 44:15 പറയുന്നത്? ഉത്തരം: പിതാക്കന്മാരുടെ വിജ്ഞാനം. സമൂഹം ആരെ പ്രകീർത്തിക്കും? ഉത്തരം: മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും. പ്രഭാഷകൻ അധ്യായം 44 രണ്ടാമത്തെ ശീർഷകം എന്ത്? ഉത്തരം: ഹെനോക്ക്, നോഹ. കർത്താവിനെ പ്രീതിപ്പെടുത്തിയത് ആര്? ഉത്തരം: ഹെനോക്ക്. ഹെനോക്ക് തലമുറകൾക്കും എന്തിൻ്റെ മാതൃകയാണ്? ഉത്തരം: അനുതാപത്തിൻ്റെ. ഹെനോക്കിനെപ്പറ്റി പറയുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗമേത്? ഉത്തരം: ഉൽപ്പത്തി 5:24 തികഞ്ഞ നീതിമാനായിരുന്നത് ആര്? ഉത്തരം: നോഹ. ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നത് എന്തിനു ശേഷം? ഉത്തരം: ജലപ്രളയത്തിന് ശേഷം. നോഹ നീതിമാനായിരുന്നു എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗമേത്? ഉത്തരം: ഉൽപ്പത്തി 6:9. നോഹയുമായി ചെയ്യപ്പെട്ട നിത്യമായ ഉടമ്പടി എന്ത്? ഉത്തരം: മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ല എന്ന്. പ്രഭാഷകൻ 44-ാം അധ്യായത്തിലെ 3-ാം ശീർഷകം എന്ത്? ഉത്തരം: അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്. അനേകം ജനതകളുടെ പൂർവ്വപിതാവ് ആര്? ഉത്തരം: അബ്രാഹാം. പ്രഭാഷകൻ 44:19 സമാനമായ പഴയ നിയമ ഗ്രന്ഥഭാഗമേത്? ഉത്തരം: ഉൽപ്പത്തി 17:4-6. അത്യുന്നതൻ്റെ നിയമം പാലിക്കുകയും അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തത് ആര്? ഉത്തരം: പൂർവ്വപിതാവായ അബ്രാഹാം. അബ്രാഹാം വിശ്വസ്തത തെളിയിച്ചതായി പറയുന്നത് എപ്പോൾ? ഉത്തരം: പരീക്ഷിക്കപ്പെട്ടപ്പോൾ. പ്രഭാഷകൻ 44:20 സമാനമായ വിശുദ്ധ ഗ്രന്ഥഭാഗമേത്? ഉത്തരം: ഉൽപ്പത്തി 17:19. പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തത തെളിയിച്ചതിനാൽ കർത്താവ് അബ്രാഹത്തോട് ശപഥം ചെയ്തതെന്ത്? ഉത്തരം: അവൻ്റെ സന്തതികൾ വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്. ഭൂമിയിലെ എന്തുപോലെ വർദ്ധിപ്പിക്കുമെന്നാണ് വാഗ്ദാനം ചെയ്തത്? ഉത്തരം: മണൽത്തരി പോലെ. അബ്രാഹത്തിൻ്റെ സന്തതി എങ്ങനെ പെരുകുമെന്നാണ് കർത്താവ് വാഗ്ദാനം ചെയ്തത്? ഉത്തരം: ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ. അബ്രാഹത്തിൻ്റെ സന്തതികൾ എവിടെയെല്ലാം അവകാശമാക്കാൻ ഇടവരുത്തുമെന്നാണ് വാഗ്ദാനം ലഭിച്ചത്? ഉത്തരം: സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും. പിതാവായ അബ്രാഹത്തിന് ലഭിച്ച അതേ വാഗ്ദാനം
നൽകപ്പെട്ടത് ആർക്ക്? ഉത്തരം ഇസഹാക്കിന്. ആർക്കു വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും കർത്താവ് യാക്കോബിൻ്റെ ശിരസിൽ വെച്ചു? ഉത്തരം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള. യാക്കോബിനെ അംഗീകരിച്ച് കർത്താവ് നൽകിയത് എന്ത്? ഉത്തരം പൈതൃക അവകാശം. കർത്താവ് ഓഹരി നിശ്ചയിച്ച് ഭാഗിച്ചു കൊടുത്തത് ആർക്ക്? ഉത്തരം 12 ഗോത്രങ്ങൾക്ക്.